ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാറ്റഗിസം അവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് പാപമെന്നാണ്. പാപമെന്നാൽ ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ്. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ പാപമെന്നാൽ ബന്ധങ്ങളിലുള്ള വിള്ളലാണ്. ദൈവവുമായുള്ള ബന്ധം, മനുഷ്യരുമായുള്ള ബന്ധം, നമ്മളോട് തന്നെയുള്ള ബന്ധം. പാപങ്ങൾ രണ്ടു തരമാണ്: ജന്മപാപവും കർമ്മപാപവും. ജന്മപാപം എന്നാൽ ആദിമാതാക്കളുടെ പാപത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യവർഗത്തിലേക്ക് മുഴുവനായിട്ടും വരുന്ന പാപത്തിൻ്റെ ദുരവസ്ഥയാണ് ജന്മപാപം. മാമോദീസായിലൂടെ നമ്മൾ ഓരോരുത്തരും ഈ ജന്മപാപത്തിൽ നിന്ന് മോചിതരായി മിശിഹായുടെ ജീവൻ്റെ പൂർണ്ണതയിൽ പങ്കുചേരുന്നു. കർമ്മപാപമാകട്ടെ പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ്. ഒരു വ്യക്തി 4 തരത്തിലാണ് കർമ്മപാപങ്ങൾ ചെയ്യുന്നത്: വിചാരത്താൽ, വാക്കാൽ, പ്രവർത്തിയാൽ, ഉപേക്ഷയാൽ. കർമ്മപാപങ്ങളെ വീണ്ടും നമുക്ക് 2ആയിട്ട് തിരിക്കാം: ലഘുപാപവും മാരകപാപവും. ലഘുപാപം എന്നാൽ ദൈവപ്രമാണങ്ങളുടെ ലഘുവായ ലംഘനമാണ്. ലംഘനത്തിന് ഗൗരവമില്ലാതിരിക്കുകയും പൂർണ്ണമായ അറിവും സമ്മതവും അവിടെ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ പാപത്തിൻ്റെ തോത് അത് ലഘുവായിട്ടിരിക്കുന്നു. രണ്ടാമത്തേത് മാരകപാപമാണ്. പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതുതന്നെ ചെയ്യുന്നതാണ് ഗൗരവതരമായിട്ടുള്ള ദൈവപ്രമാണ ലംഘനം. അത് മാരകപാപമായി മാറുന്നു. നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ പാപത്തിൻ്റെ പല മേഖലകളെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഒന്നാമതായിട്ട് ജന്മപാപം, കർമ്മപാപം. കർമ്മപാപം 4 രീതിയിലാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്: വിചാരത്താൽ, വാക്കാൽ, പ്രവർത്തിയാൽ, ഉപേക്ഷയാൽ. ഈ കർമ്മപാപം തന്നെ 2 തരമാണുള്ളത്: ലഘുപാപം, മാരകപാപം. ദൈവം അനുഗ്രഹിക്കട്ടെ.